ഹലോ മക്കളെ, വെൽക്കം ടു ഏഗൽ ലേണിംഗ്. എല്ലാവർക്കും ഏഗൽ ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സുവോളജി പരീക്ഷ ഇങ്ങ് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സുവോളജി പരീക്ഷയ്ക്ക് 3 മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും വീഡിയോസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. 1 മാർക്കും 2 മാർക്കും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് തന്നെയാണ് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും. എസ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. അതായത് 3 മാർക്കിന് നിങ്ങളോട് ഒരു പേജ് മുഴുവനും ഉത്തരം എഴുതി വെക്കാൻ പറയാറില്ല. അവിടെയും 1 വേർഡ് ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. കുറെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ 1 വേർഡ് ആയിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക, അല്ലെങ്കിൽ 1-2 സെന്റൻസിൽ ഉത്തരം എഴുതുക. ഇത്രയും നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളും വരാറുള്ളൂ. അപ്പൊ ഈസിയാണ്. ഓക്കെ, അപ്പൊ മക്കളെ ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ വിട്ടുപോകരുത്. ഫുൾ വീഡിയോ ഇരുന്ന് കാണുക. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സുവോളജി പരീക്ഷ എന്തായാലും ഫുൾ മാർക്ക് വാങ്ങൂടാം. അപ്പൊ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ പോവാം. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലേ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് വേരിയസ് ഇവന്റ്സ് ഡ്യൂറിംഗ് എ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതില് എയും ബിയും എന്താണെന്ന ചോദ്യം. അപ്പൊ എയും ബിയും 2 ഹോർമോൺസ് ആണ്, ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്, ഓവേറിയൻ ഹോർമോൺസ് ആണ്. അപ്പൊ ഇതിൽ എ എന്ന് പറയുന്നത് ഓവുലേറ്ററി ഫേസ്, അതായത് ഓവുലേഷൻ നടക്കുമ്പോൾ പീക്കിൽ പോയിട്ടില്ലേ, അപ്പൊ അത് ഏത് ഹോർമോൺ ആണ്? ഈസ്ട്രോജൻ ആണ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് ല്യൂട്ടിയൽ ഫേസിൽ ഇങ്ങനെ പീക്കിൽ പോയിട്ടുണ്ട് അല്ലെ, അത് പ്രൊജെസ്റ്ററോൺ ആണ്. ഓക്കെ, പ്രൊജെസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓക്കെ അല്ലേ. അടുത്തത് ഐഡന്റിഫൈ ദ സ്ട്രക്ചർ സി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതായത് സി എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇത് എന്ത് സ്ട്രക്ചർ ആണെന്ന ചോദ്യം. ഇതാ ഒരു പൂ പോലെ ഇരിക്കുന്നു, ഇതെന്താണ്? ദിസ് ഇസ് കോർപ്പസ് ല്യൂട്ടിയം അല്ലെ. ല്യൂട്ടിയൽ ഫേസിൽ എന്തുണ്ടാവുന്നു? കോർപ്പസ് ല്യൂട്ടിയം. അതായത് ഓവുലേഷൻ നടന്നത് എപ്പോഴാണ്? ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവത്തിനെ റിലീസ് ചെയ്തു. അപ്പൊ ആ റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് ട്രാൻസ്ഫോം ആവും? ദാ ഈ കോർപ്പസ് ല്യൂട്ടിയം ആയിട്ട് ട്രാൻസ്ഫോം ആവും അല്ലെ. കോർപ്പസ് ല്യൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താണടാ? അതായത് പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ല്യൂട്ടിയം ആണ് അല്ലെ. ഇറ്റ് സെക്രീറ്റ്സ് പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനു നമുക്ക് ആവശ്യമുണ്ട്? പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുണ്ട് അല്ലെ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു മെയിൻറ്റെയിൻ pregnancy. Which pituitary hormone is secreted in its maximum level during the time of ovulation? Ovulation സമയത്ത് മാക്സിമം ലെവലിൽ സെക്രീറ്റ് ആവുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാണെന്ന ചോദ്യം. അത് LH ആണ്, ല്യൂട്ടിനൈസിങ് ഹോർമോൺ LH. ഓക്കെ, അപ്പൊ അതായത് ഓവുലേഷന്റെ സമയത്ത് LH പീക്കിൽ പോകും, അതിനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ LHന്റെ പരിപാടി എന്താണ്? അതായത് ഗ്രാഫിൻ ഫോളിക്കിളിനെ വന്ന് ഇതിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഗ്രാഫിൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും. അപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്, ഓവം റിലീസ് ആവുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ പിറ്റ്യൂട്ടറി ഹോർമോൺസും ഓവേറിയൻ ഹോർമോൺസും രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഓക്കെ, യെസ്. അടുത്തത് ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് ഗിവൺ ബിലോ. ഇതിൽ ABCD എന്നീ ഭാഗങ്ങൾ ആദ്യം നമ്മളോട് ലേബൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കളെ നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പാർട്ട് എന്താ? ദാറ്റ് ഇസ് സെമിനൽ വെസിക്കിൾ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണെടാ? സെമിനൽ വെസിക്കിൾ ആണ് അല്ലെ, സെമിനൽ വെസിക്കിൾ. ഓക്കെ, ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിളിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗം, അതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സി എന്ന് പറയുന്നത് ടെസ്റ്റസ് അല്ലടാ, ഇതെന്താണ്? ദിസ് ഇസ് ടെസ്റ്റസ്, ഇത് ടെസ്റ്റസ് ആണ്. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് ഭയങ്കര കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ, ദാറ്റ് ഈസ് എപ്പിഡിഡൈമസ്. ഇതെന്താണ്? എപ്പിഡിഡൈമസ്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ നമ്മൾ 4 ഭാഗങ്ങളും നമ്മൾ ലേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യം ഉണ്ട്, നെയിം ദ പാർട്ട് വിച്ച് ഇസ് cut or tied up during male sterilization. അതായത് അടുത്ത ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. മെയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്, അത് സർജിക്കൽ മെത്തേഡാണ്. അപ്പൊ മെയിലിന്റെ സ്റ്റെറിലൈസേഷന്റെ സമയത്ത് ഏത് റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്? അത് സർജിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഈ ഒരു ട്യൂബ് അല്ലേ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വാസ് ഡിഫറൻസ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് വാസ് ഡിഫറൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? മെയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണ്? വാസെക്ടമി. വാസ് ഡിഫറൻസിനെ അല്ലേ സർജിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് വാസെക്ടമി. മെൻഷൻ ദ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. നമ്മളോട് ഓൾറെഡി ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ, മെയിലും ഫീമെയിലും നമ്മൾ ഈ ഒരു സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ എന്താ വിളിക്കുകയെന്ന്. അപ്പോൾ നമുക്ക് മെയിലിൽ വാസെക്ടമി ആണെന്ന് അറിയാം, ഫീമെയിലിലോ
ഫീമെയില് ഇങ്ങനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്ന റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്യൂബെക്ടമി. ഇറ്റ് ഈസ് കോൾഡ് ആസ് ട്യൂബെക്ടമി. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം, LH and FSH play significant role in spermatogenesis. അപ്പൊ സ്പെർമാറ്റോജെനസിന് LH-ഉം FSH-ഉം നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ LH-ഉം FSH-ഉം എന്ത് ഫംഗ്ഷൻ ആണ് സ്പെർമാറ്റോജെനസിസിൽ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് ഹൈപ്പോതലാമസ് അല്ലെ? ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ഇപ്പം ആൺകുട്ടികൾ പ്രായപൂർത്തിയാവുമ്പം, അതായത് ഏകദേശം അവരുടെ പ്യൂബേർട്ടി എത്തുമ്പം, ഈ പ്യൂബേർട്ടി എത്തുന്ന സമയത്ത് ഹൈപ്പോതലാമസിൽ നിന്ന് GnRH റിലീസ് ചെയ്യപ്പെടും. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. ഈ GnRH നേരെ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്തിനെ സെക്രീറ്റ് ചെയ്യും? LH-ഉം FSH-ഉം സെക്രീറ്റ് ചെയ്യും അല്ലെ? LH-ഉം FSH-ഉം. LH എന്ന് പറയുന്നത് എന്താണ്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ. FSH എന്ന് പറയുന്നത് എന്താ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LH ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ലേഡിക് സെൽസ് തന്നെയാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ LH ലേഡിക് അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. FSH സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ലേഡിക് സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുമ്പം അവര് ആൻഡ്രോജൻസ് അല്ലെ, മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ്, എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യും. ടെസ്റ്റോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഈ ഹോർമോൺസ് നമുക്ക് സ്പെർമാറ്റോജെനസിന് ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഒരു ഹോർമോണിനെ നമുക്ക് സ്പെർമാറ്റോജെനസിന് വളരെ ആവശ്യമുണ്ട്, ഹെൽപ്പ് ചെയ്യും. സെർട്ടോളി സെൽസ് എന്താ ചെയ്യുക? സെർട്ടോളി സെൽസ് സ്പെർമിയോജെനസിന് ഹെൽപ്പ് ചെയ്യും. സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ സെർട്ടോളി സെൽസ് സ്പെർമിയോജെനസിന് ഹെൽപ്പ് ചെയ്യും. അതായത് സ്പെർമാറ്റോഡ് സ്പെർം ആയിട്ട് ട്രാൻസ്ഫോം ആകുന്നില്ലേ, ആ ഒരു പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ് അല്ലേ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് LH-ഉം FSH-ഉം സ്പെർമാറ്റോജെനസിന് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. റൈറ്റ് സിംഗിൾ ടേം യൂസ്ഡ് ടു ഡിനോട്ട് LH and FSH ടുഗദർ. നമ്മൾ ഇവരെ ഒരുമിച്ച് എന്താണ് വിളിക്കുക? ഇവർ രണ്ടുപേരും ആന്റീരിയർ പിറ്റ്യൂട്ടറിയാണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ LH FSH നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻസ്. എന്താ വിളിക്കുന്നത്? ഗൊണാഡോട്രോപ്പിൻസ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, സം സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദിസ് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് A and B. അപ്പൊ ഇവിടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ് തന്നിരിക്കുന്നത്. ഇവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയും ബിയും എന്താണ് എന്നാണ്. അപ്പൊ A എന്ന് പറയുന്നത് ഇവർ ഈ സെല്ലിനെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടാവാൻ നമുക്ക് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടാണ് അല്ല, ഒരൊറ്റ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സൈഗോട്ടിന് പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും, ക്ലീവേജ് നടക്കും. അതിനനുസരിച്ചാണ് അത് 2, 4, 8, 16 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറുന്നത് അല്ലെ, ആ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആ സെൽസിനെ വിളിക്കുന്ന പേരെന്താ? ബ്ലാസ്റ്റോമിയേഴ്സ് അല്ല. അപ്പൊ ഈ സെൽസിനെയൊക്കെ വിളിക്കുന്ന പേരെന്താടാ? ഇതൊക്കെ സെല്ലാണ് കേട്ടോ. അപ്പൊ ഈ സെൽസിനെ വിളിക്കുന്ന പേര് ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പൊ A എന്താണ്? ബ്ലാസ്റ്റോമിയർ. ഓക്കെ, ഇനി B എന്താണ്? B എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? വാട്ട് ഈസ് B? പറഞ്ഞടാ, B എന്ന് പറയുന്നത് എന്താണ്? യെസ്, B എന്ന് പറയുന്നത് മോറുല. B എന്താണ്? മോറുല അല്ലെ. 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള ആ കുഞ്ഞ് എംബ്രിയോനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ആസ് മോറുല. അതാണ് മോറുല കേട്ടോ. നെയിം ദ 2 type of cells formed in the blastocyst. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഉണ്ടാവുന്ന 2 സെൽസും ഏതൊക്കെ സെൽസ് ആണെന്നാണ് ചോദ്യം. പറഞ്ഞേ, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഈ സ്ട്രക്ചർ അല്ലേ. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇന്നർ സെൽമാസ്. ഇന്നർ സെൽമാസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, വിച്ച് ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് is attached to the endometrium and name the process. അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന്, ഇതിപ്പോ ഫെലോപ്പിയൻ ട്യൂബ് ആണ്, ഇത് യൂട്രസ് ആണ്. ഓക്കെ, ഇത് ഫെലോപ്പിയൻ ട്യൂബ് ആണെങ്കിൽ ഇതെന്താണ്? യൂട്രസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മക്കളെ, നോക്കിക്കേ, ഈ ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ യൂട്രസിലെ എൻഡോമെട്രിയത്തിൽ വന്നിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കും അല്ലെ. അപ്പൊ എംബ്രിയോ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ രൂപത്തിലുള്ളപ്പോഴാണ് അത് വന്നിട്ട് ഇങ്ങനെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ട്രോഫോബ്ലാസ്റ്റ് അല്ലടാ. ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ
ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? അതായത് യൂട്രസിൽ ഈ കാണുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് അതിന്റെ ട്രോഫോബ്ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു, അല്ലെ, എംബഡ് ചെയ്ത് നിൽക്കുന്നു, അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. എന്താണ് അവിടെ? ഇംപ്ലാന്റേഷൻ. ഓക്കെ, യെസ്. അപ്പൊ ഇത് മുഴുവൻ എഴുതിയാലേ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. കാറ്റഗറൈസ് ദ ഗിവൺ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഇൻടു 3 ഗ്രൂപ്പ്സ് വിത്ത് പ്രോപ്പർ ഹെഡ്സ്. അതായത് കറക്റ്റ് ഹെഡിങ് കൊടുത്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം, അല്ലേ? അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ഹിന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 3 കാറ്റഗറി ആയിട്ട് ഇതിനെ എഴുതുക. ഒന്ന് എന്താണ്? ബാരിയർ മെത്തേഡ് ആണ്. ഓക്കെ, ബാരിയർ മെത്തേഡ് ആണ്. ഒന്ന് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. പിന്നെ ഒന്ന് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. അപ്പൊ ബാരിയർ മെത്തേഡിൽ വരുന്നതാണ് സെർവിക്കൽ ക്യാപ്സ്, അതേപോലെ തന്നെ ഡയഫ്രംസും കോണ്ടംസും. ഓക്കെ, ഡയഫ്രംസും കോണ്ടംസും. ഇനി IUDsൽ വരുന്നത് ഏതൊക്കെയാണ്? കോപ്പർ ടി, ലിപ്പസ് ലൂപ്പ് ഒക്കെ. ഓക്കെ, ഇതൊക്കെ IUDsൽ വരുന്നതാണ്. ഇനി സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നതാണ് വാസെക്ടമിയും ട്യൂബെക്ടമിയും, അതേപോലെ തന്നെ ട്യൂബെക്ടമിയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 3 കാറ്റഗറി ആയിട്ട് എഴുതിയാൽ മതി. ഹെഡിങ് കൊടുക്കണം, കറക്റ്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതുക, എന്നാലേ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്ക് കിട്ടുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് വിത്ത് ദെയർ എക്സാമ്പിൾസ്. അപ്പോൾ പല ടൈപ്പ് IUDs നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിളോട് കൂടി നമ്മൾ ആ 3 എണ്ണവും കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്താ നിങ്ങൾക്ക് അറിയാലോ? ഇൻട്രാ യൂട്രൈൻ, യൂട്രസിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് 3 ടൈപ്പ് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാ? ഒന്ന് കോപ്പർ റിലീസിങ്, അതേപോലെ തന്നെ നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUDs ഉണ്ട്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ എഴുതുക കേട്ടോ. അപ്പൊ കോപ്പർ റിലീസിങ്ങിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ ടി, കോപ്പർ 7, അതേപോലെ തന്നെ മൾട്ടിലോഡ് 375 ഒക്കെ. ഹോർമോൺ റിലീസിങ്ങിന്റെ എക്സാമ്പിൾ ആണ് LNG-20, പ്രൊജെസ്റ്റസേർട്ട് ഒക്കെ. യെസ്, നോൺ മെഡിക്കേറ്റഡ് എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ് ഒക്കെ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ എഴുതണം, എന്നാലേ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് 3 മാർക്ക് നേടാൻ പറ്റും. അടുത്തത് സം ടെക്നിക്സ് കോമൺലി യൂസ്ഡ് ഫോർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ. റീഡ് ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പല ടെക്നിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഈ ടെക്നിക്ക് തെരഞ്ഞെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് ഉത്തരം എഴുതുക. Which of the above techniques is used for the collection of sperm from the husband or a healthy donor and artificially introduced into the vagina or uterus of the female? അതായത് ഇവിടെ മെയിലിന് നാച്ചുറൽ ആയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹസ്ബൻഡിൽ നിന്നോ ഹെൽത്തി ഡോണറിൽ നിന്നോ സ്പേംസിനെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതായത് ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ വെജൈന അല്ലെങ്കിൽ യൂട്രസിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഈ സ്പേമിനെ ഇൻസെമിനേറ്റ് ചെയ്യും. അത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ AI ആ. ഈ AIയിൽ വരുന്നതാണ് IUI അല്ലെ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. യൂട്രസിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പൊ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിഫ്റ്റ് ആൻഡ് ജിഫ്റ്റ്. എന്താ സിഫ്റ്റ്, എന്താണ് ജിഫ്റ്റ് എന്നാണ് ചോദ്യം. ഇപ്പൊ സിഫ്റ്റ് ഫുൾ ഫോം എന്താടാ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലെ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് സിഫ്റ്റ് അല്ലേ? യെസ്. അടുത്തത് എന്താണ്? ജിഫ്റ്റ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇപ്പൊ ഈ സിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് സൈഗോട്ടിനെയാണ് നമ്മൾ ഇവിടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ല. അപ്പൊ ഈ സൈഗോട്ടിനെ നമ്മൾ ഉണ്ടാക്കിയത് എവിടെന്നാ? അതായത് ഫെർട്ടിലൈസേഷൻ നടന്നത് എവിടെന്നാ? ലബോറട്ടറി കണ്ടീഷനിൽ ഫീമെയിൽ ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ്. സോ സിഫ്റ്റ് എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷന്റെ എക്സാമ്പിൾ ആണ്, ഒരു ടെക്നിക്കാണ്. ഓക്കെ, കാരണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഔട്ട്സൈഡ് ഫീമെയിൽ ബോഡി ലബോറട്ടറി കണ്ടീഷനിലാണ് നമ്മൾ ഈ സൈഗോട്ടിനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ഫീമെയിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഗിഫ്റ്റ് അഥവാ ജിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗാമീറ്റിനാണ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഗാമീറ്റിനാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്?
ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിന്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക, ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. അത് ഇൻവൈവോ ഫെർട്ടിലൈസേഷന്റെ ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആദ്യം നമുക്ക് സിഫ്റ്റ് നോക്കാം. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതായത് ലബോറട്ടറി കണ്ടീഷനിൽ സ്പെർമും ഓവും ഫെർട്ടിലൈസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. അപ്പൊ ഈ സൈഗോട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് തുടങ്ങും, മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു തുടങ്ങും അല്ലെ, ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കുഞ്ഞ് എംബ്രി ആയിട്ട് മാറും. അതായത് ഏകദേശം 8 ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള അല്ലെ, അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ്, 8 ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള ഒരു കുഞ്ഞ് എംബ്രി ആയിട്ട് മാറുന്നു. ഈ ഒരു ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത എംബ്രിയോനെ ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് സിഫ്റ്റ്. അപ്പൊ ജിഫ്റ്റ് എന്താണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പൊ ഒരു സ്ത്രീക്ക് നാച്ചുറൽ ആയിട്ട് ഓവം ഉണ്ടാവുന്നില്ല, ഓക്കെ, ഓവം ഉണ്ടാവുന്നില്ല, അണ്ടോൽപാദനം നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യുക? ഒരു ഹെൽത്തി ഡോണറിൽ നിന്ന് ഓവം സ്വീകരിക്കും, ഓക്കെ, ഗാമീറ്റിനെ സ്വീകരിക്കും, അത് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ജിഫ്റ്റ്. അതായത് ഡോണറിൽ നിന്ന്, ഒരു ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഓവം കളക്ട് ചെയ്ത് അത് വേണ്ട സ്ത്രീയുടെ, ആ റെസിപ്പിയന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് അഥവാ ജിഫ്റ്റ് എന്ന് പറയുന്നത്. മിസ് ഓൾറെഡി ശീലിച്ചത് ജിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ചില ആൾക്കാരൊക്കെ, ഇപ്പൊ മിസ്സിന്റെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഗിഫ്റ്റ് എന്നാ പറയാ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ പറയാൻ പറ്റുന്നത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായാലും. റൈറ്റ് ദ കോമൺ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ ടെക്നിക്സ് ഗിവൺ ബിലോ. അപ്പൊ ഈ ഒരു ടെക്നിക്കുകളെ മുഴുവനും ഇപ്പൊ ജിഫ്റ്റോ ICSI, എന്താ ICSI? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ. അതായത് നമ്മൾ ഒരു ഹെൽത്തി സ്പെർമിനെ ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തേക്ക് മൈക്രോ പിപ്പറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ അല്ലേ. അതേപോലെ IUI ആയിക്കോട്ടെ, IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ടെക്നിക്സ് ആണ്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അല്ലെ, ART വരുന്നതാണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഓക്കെ, ഇത് ഒരു 3 മാർക്കിന് ആവശ്യത്തിന് എഴുതാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക കൃത്യമായിട്ട് ഉത്തരം നൽകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കുക, ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ സീൻ ടു ബി ഹൈ അമംഗ് പീപ്പിൾ വിത്ത് ഏജ് ഗ്രൂപ്പ് 15 to 24 ഇയേഴ്സ്. മക്കളെ ഉറപ്പിച്ചോ, ഈ ചോദ്യം ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. ഈ ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായും വന്നിരിക്കും. ഈ വരുന്ന ഓണപരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യൻ ഉറപ്പായും വന്നിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് 2-3 മാർക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതില് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് STDsനെ STIs എന്ന് വിളിച്ചൂടെ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വെനറിയൽ ഡിസീസസ് അല്ലെ, VD, വെനറിയൽ ഡിസീസസ് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് നിങ്ങൾക്ക് അറിയാലോ? ഒന്നുമില്ല, അതായത് അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസിലൂടെ അല്ലെ, അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ഒരു പാർട്ട്ണറിൽ നിന്ന് മറ്റൊരു പാർട്ട്ണറിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്ന ഈ ഡിസോർഡേഴ്സ് അഥവാ ഡിസീസസിനെയാണ് നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ ഇൻഫെക്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ കേസിലും ഒരു അൺസേഫ് സെക്സിലൂടെ തന്നെ ഉണ്ടാവണമെന്നില്ല. ഫ്ലൂയിഡ്സ് വഴിയും പലർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. എയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, കോമൺ ആണ്. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് 4 STDs. 4 STDsന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. ഏത് വേണമെങ്കിലും എഴുതാം. സൈഫിലിസ്, ഗൊണോറിയ, ഹെപ്പറ്റൈറ്റിസ് B, HIV അഥവാ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞിടാ, ജനൈറ്റൽ വാർഡ്സ്, ജനൈറ്റൽ ഹെർപ്പിസ്, ഓക്കെ, ക്ലെമിഡയാസിസ്, ട്രൈക്കോമോണിയാസിസ്. ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഏതെങ്കിലും 4 എഴുതിയാൽ മതിയേ. അടുത്തത്, മെൻഷൻ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു പ്രിവെന്റ് STDs. എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഓൾവേസ് യൂസ് കോണ്ടംസ്. എപ്പോഴും എന്ത് യൂസ് ചെയ്യുക? കോണ്ടംസ് യൂസ് ചെയ്യുക. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ അൺനോൺ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്സ് ഒഴിവാക്കുക അല്ലേ. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഈ രോഗങ്ങളുള്ള ആൾക്കാരിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ പാടില്ല. ഈ രോഗങ്ങളുള്ള ആൾക്കാരെ ഒരിക്കലും രക്തം ദാനം ചെയ്യാനും പാടില്ല. അതേപോലെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതായത് ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരു 2-3 എന്ത് എഴുതിയാൽ മതി?
പ്രിവെന്റീവ് മെഷേഴ്സ് നിങ്ങൾ എഴുതിയാൽ മതി, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ഉറപ്പായും വന്നിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ ബെയറിംഗ് പ്ലാന്റ്സ് ഓഫ് സ്നാപ്ഡ്രാഗൺ പ്രൊഡ്യൂസ്ഡ് ഓൾ പ്ലാന്റ്സ് വിത്ത് പിങ്ക് ഫ്ലവേഴ്സ് ഇൻ F1 ജനറേഷൻ. നെയിം ദ ജനറ്റിക് ഫിനോമിനൻ ഓഫ് ദിസ് ക്രോസ്. അതായത് നമ്മൾ റെഡ് ഫ്ലവർ പ്ലാന്റ്സും അതേപോലെ തന്നെ വൈറ്റ് ഫ്ലവറിനെ ഉണ്ടാക്കുന്ന പ്ലാന്റ്സും ഏതിൻ്റെയാണ്? സ്നാപ്ഡ്രാഗൺ ആണ് പ്ലാന്റ്. അപ്പൊ ഇതിന്റെ റെഡ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സിനെ ഉണ്ടാക്കുന്ന രണ്ട് പ്ലാന്റ്സിനെ എടുത്ത് ക്രോസ് ചെയ്തു അല്ലേ? അപ്പൊ നമുക്കറിയാം മെന്റൽ പറഞ്ഞത് പ്രകാരം റെഡ് എന്ന് പറയുന്നത് ഡൊമിനന്റ് ക്യാരക്ടറും വൈറ്റ് എന്ന് പറയുന്നത് റെസസീവ് ക്യാരക്ടറും ആണെങ്കിൽ റെഡ് അല്ലേ F1 ജനറേഷനിൽ എക്സ്പ്രസ് ആവേണ്ടത് അല്ലെ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, ഹെട്രോസൈഗസ് ആണ്. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡൊമിനന്റ് ഓവർ ആർ ആണെങ്കിൽ അവിടെ റെഡ് ആണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ വന്നത് എന്താ? പിങ്ക് ആണ്. F1 ജനറേഷനിൽ ഓൾ പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ മെന്റൽ പറഞ്ഞ ആ ഒരു ലോ ഓഫ് ഡൊമിനൻസിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ ഡീവിയേഷൻസ് ഫ്രം മെന്റലിസത്തിലാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഫിനോമിനൻ നമ്മൾ എന്താണ് വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അതായത് ഈ രണ്ട് അലീലുകളിൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉണ്ട്. ഈ രണ്ട് അലീലുകളിൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ്ലി ഡൊമിനന്റ് ഓവർ ആറാണ്, കംപ്ലീറ്റ്ലി ഡൊമിനന്റ് അല്ല. അതായത് മുഴുവനായിട്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന്റെ മേലൊരു ആധിപത്യം സ്ഥാപിക്കുന്നില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ പാർഷ്യലി എക്സ്പ്രസ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള പിങ്ക് കളർ ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഓക്കെ, യെസ്. ആൻഡ് ഇലുസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദിസ് ക്രോസ് യൂസിങ് പ്യൂനറ്റ് സ്ക്വയർ. അപ്പൊ പ്യൂനറ്റ് സ്ക്വയർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? F2 ജനറേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ F2 കിട്ടണമെങ്കിൽ F1 ഇൻറ്റു F1 സെൽഫിങ് ചെയ്യുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ? അപ്പൊ പ്യൂനറ്റ് സ്ക്വയർ വരച്ച് തന്നെ ചെയ്യുക കേട്ടോ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയല്ലേ നമുക്ക് ഓഫ് സ്പ്രിങ്സിനെ കിട്ടുന്നത്? ക്യാപിറ്റൽ ആർ വന്നാൽ റെഡ് ആണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ പിങ്ക് ആണ്, ആൻഡ് ഓൾസോ സ്മോൾ ആർ വന്നാൽ വൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു ക്യാപിറ്റൽ ആർ റെഡ് ഈസ് ടു രണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് ഈസ് ടു ഒരു സ്മോൾ ആർ വൈറ്റ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം 1:2:1. ഇതാണ് നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ അടക്കം നിങ്ങൾ ഇവിടെ എഴുതണം, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ചില സമയത്തെ ക്വസ്റ്റനിൽ എക്സാമ്പിൾ തരില്ല, എക്സാമ്പിൾ നിങ്ങളോട് എഴുതാൻ പറയും. അപ്പൊ സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിറാബിലിസ്, ജലാപ്പ, 4 o'clock പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൻ ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഡിസോർഡർ. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് അഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ജനറ്റിക് ഡിസോർഡർ ഏതാണ്? ഇതൊരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേതാണടാ? ഒന്നുമില്ല, ചെറിയൊരു മുറിവിലൂടെ പോലും ധാരാളം രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെ? പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ത്രൂ എ മൈനർ വൂണ്ട്. ഇതാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം അല്ലെ? ഹീമോഫീലിയ ഇതൊരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. അപ്പൊ ഹീമോഫീലിയ വരാൻ കാരണം അറിയാലോ, നമുക്കൊക്കെ രക്തം കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മളിൽ ഉണ്ട് എന്നാണ് അല്ലെ? ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ഒന്നുമില്ല, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ, ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ മുറിവുണ്ടായാലും കുറച്ച് ബ്ലഡ് പോയാൽ പിന്നെ രക്തം കട്ട പിടിക്കുന്നത്. പക്ഷെ ഇവരിൽ അത് നടക്കുന്നില്ല. കാരണം ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് മ്യൂട്ടേറ്റഡ് ആവുന്ന സമയത്ത് ഈ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു മുറിവുണ്ടായാൽ പോലും ധാരാളം രക്തം നഷ്ടപ്പെടും. അതാണ് ഹീമോഫീലിയ. ബ്ലീഡേഴ്സ് ഡിസീസ്, അതേപോലെ തന്നെ ക്വീൻ വിക്ടോറിയയുടെ ഫാമിലി നമ്മളത് കണ്ടുവരുന്നു. അതുകൊണ്ട് നമുക്ക് റോയൽ ഡിസീസ് എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അടുത്തത് ഡിസോർഡർ കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഏതാടാ രോഗം? കിട്ടി, സിക്കിൾ സെൽ അനീമിയ അല്ലെ? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗമല്ലേ? അപ്പൊ മക്കളെ പറഞ്ഞേ, അതായത് ഹീമോഗ്ലോബിന് 2 ഗ്ലോബിൻ ചെയിൻസ് ഉണ്ട്. 2 ആൽഫ ചെയിനും ഉണ്ട്, 2 ബീറ്റാ ചെയിനും. 2 ടൈപ്പ് ഗ്ലോബിൻ ചെയിൻസ് ഉണ്ട്. മൊത്തത്തിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. 4 ഗ്ലോബിൻ ചെയിൻസ് ആണുള്ളത്. ഒരു ഹീമോഗ്ലോബിനിൽ മൊത്തം 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അതിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റാ ചെയിനുമാണ്. അതിൽ ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ അല്ലെ, ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലേ? കുറെ അമിനോ ആസിഡുകൾ ഉണ്ടാവും. അതിൽ 6ാം സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. ഇതിന് പകരം അവിടെ വാലിൻ വന്നിരിക്കും. അപ്പൊ നോർമൽ ആയിട്ടുള്ള ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടാവില്ല, അബ്നോർമൽ ആയിട്ടുള്ള ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടാവും.
ഇതിന് കാരണം എന്താണെന്നറിയോ? ഈ ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടാക്കുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു, അതുകൊണ്ടാണ് അബ്നോർമൽ ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടായത് കൊണ്ട് ഹീമോഗ്ലോബിൻ ഡിഫക്റ്റീവ് ആവും. അതായത് ഹീമോഗ്ലോബിന്റെ പോളിമറൈസേഷൻ സംഭവിക്കും. അപ്പോഴോ ഹീമോഗ്ലോബിൻ പോളിമറൈസ്ഡ് ആയാൽ ഹീമോഗ്ലോബിൻ ഇരിക്കുന്ന RBCക്കും പ്രശ്നം സംഭവിക്കില്ലേ? അപ്പൊ പൊതുവേ നമ്മുടെ RBC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് RBC ആണ്. പക്ഷെ ഈ RBC ഒക്കെ കൂടി ഇങ്ങനെ വളഞ്ഞ് അരിവാള് പോലെയാവും, സിക്കിൾ ഷേപ്ഡ് RBC ആവും. ഓക്കെ, അത് മാത്രമല്ല രക്തക്കുഴലുകളിൽ ഈ സിക്കിൾ ഷേപ്ഡ് RBC പോയി കെട്ടിക്കിടക്കും. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ആവും, ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവും, ആൻഡ് ഓൾസോ RBC നശിച്ചു പോകും. അപ്പോൾ അനീമിയ വരും, ആൻഡ് ഓൾസോ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. കാരണം ഇങ്ങനെ ഒരു ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിലാണ് RBC എങ്കിൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പറ്റില്ല. സോ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. ഓക്കെ, യെസ്. ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, ദ ഇൻബോൺ എറർ മെറ്റബോളിസം ആൻഡ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്സ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് ഫിനൈൽ അലനിൻ ടു ടൈറോസിൻ. ഇതും ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഇൻബോൺ എറർ മെറ്റബോളിസം, ജനിക്കുമ്പോൾ തന്നെ മെറ്റബോളിസത്തിൽ വരുന്ന തകരാറാണ്. അതായത് ഒരു എൻസൈം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? ഈസി അല്ലടാ. എന്താ സംഭവം, എന്താണ്, എവിടെ പോയി? ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ, ഇത് ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിട്ട് മാറും. ഫിനൈൽ അലനിന് ഒരു OH ഗ്രൂപ്പ് കിട്ടിയാൽ ടൈറോസിൻ ആയിട്ട് മാറും. ടൈറോസിൻ പിന്നീട് മെലാനിൻ, സെറോട്ടോണിൻ, ഡോപ്പമീൻ എന്ന് പറയുന്ന പല പ്രൊഡക്റ്റുകളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫിനൈൽ അലനിൻ ടൈറോസിൻ ആയി മാറണമെങ്കിൽ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം വേണം. പക്ഷെ ഈ എൻസൈമിനെ ഉണ്ടാക്കുന്ന ജീന് മ്യൂട്ടേറ്റഡ് ആയി പോകും. അപ്പൊ ഈ എൻസൈം ഉണ്ടാവില്ല. അപ്പൊ ഫിനൈൽ അലനിൻ ടൈറോസിൻ ആയിട്ട് മാറുന്നില്ല. ഫിനൈൽ അലനിൻ കെട്ടിക്കടന്ന് ഫിനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഫിനൈൽ പൈറുവിക് ആസിഡ് പിന്നെ നമ്മളെ ബ്രെയിനിലൊക്കെ കെട്ടിക്കിടക്കും. അങ്ങനെ നമുക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ടൈറോസിൻ ഇല്ലാത്തത് കൊണ്ട് മെലാനിൻ ഇല്ലല്ലോ. മെലാനിൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ മെലാനിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹെയറിന്റെയും സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കുറയും, ഹൈപ്പോ പിഗ്മെന്റേഷൻ. ഓക്കെ, അത് മാത്രമല്ല ഫിനൈൽ പൈറുവിക് ആസിഡ് മൂത്രത്തിലൂടെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ? കീറ്റോന്യൂറിയ, ഇങ്ങനെ കുറെ അവസ്ഥകളുണ്ട്. ഇതേതാ രോഗം എന്ന് നിങ്ങൾക്ക് കിട്ടിയോ? ദാറ്റ് ഈസ് ഫിനൈൽ കീറ്റോന്യൂറിയ, അല്ലെ? ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നതാണ് രോഗം. ഓക്കെ, അപ്പൊ 3 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ജസ്റ്റ് പേര് മാത്രം എഴുതിയാൽ മതി, എന്നാലും മിസ് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. പെഡിഗ്രി അനാലിസിസ് ഓഫ് 2 മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആർ ഷോൺ ബിലോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണിത്. ഓക്കെ, 2 പെഡിഗ്രിയും കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം. എയും ബിയും ഏതാണെന്ന ചോദ്യം. അപ്പൊ എ നിങ്ങളൊന്ന് നോക്കിക്കടാ. എ എന്ന് പറയുന്നത് ഓട്ടോസോമൽ ഡൊമിനന്റ് ട്രെയ്റ്റ് ആയ ആണല്ലേ? ഏതാണ്? മയോട്ടോണിക് ഡിസ്ട്രോഫിയുടെ പെഡിഗ്രി, മയോട്ടോണിക് ഡിസ്ട്രോഫി. ബി എന്ന് പറയുന്നതോ ഓട്ടോസോമൽ റെസസീവ് ട്രെയ്റ്റ്, സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയയുടേതാണ് ബി കൊടുത്തിരിക്കുന്നത് കേട്ടോ, അതിന്റെ പെഡിഗ്രിയാണ്. വിച്ച് ഇസ് ദ സിമ്പിൾ ഫോർ കോൺസാങ്ക്വിനസ് മേറ്റിംഗ് യൂസ്ഡ് ഇൻ പെഡിഗ്രി അനാലിസിസ്. അപ്പൊ പെഡിഗ്രി അനാലിസിസിലെ സിമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചോളാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസാങ്ക്വിനസ് മേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. അപ്പൊ ഒരു പെട്ടി, ഒരു വട്ടം, നടുക്ക് 2 ലൈൻ, അത്രയേ ഉള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ പെഡിഗ്രി അനാലിസിസ്? എന്താ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഫാമിലി ഹിസ്റ്ററിനെ നമ്മളൊരു ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്താൽ അതാണ് പെഡിഗ്രി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു പെഡിഗ്രിയുടെ ചാർട്ട് കിട്ടിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരു ഫാമിലിയുടെ ഏതൊക്കെ ജനറേഷനിലൂടെയാണ് ട്രെയ്റ്റ് പാസ്സായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ട്രെയ്റ്റ്സ് ഓർ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒരു ഫാമിലിയുടെ പല ജനറേഷനിലൂടെ എങ്ങനെ ട്രാൻസ്മിറ്റ് ആയിട്ടുണ്ട് എന്ന്. ഇതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയാം കേട്ടോ. അനാലിസിസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രെയ്റ്റ് ഓർ ജനറ്റിക് ഡിസോർഡർ ത്രൂ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി ഹിസ്റ്ററി. അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, യെസ്. അത് എഴുതി തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടില്ലേ? എന്നാലും എഴുതാം അല്ലേ? അനാലിസിസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രെയ്റ്റ് over several generations of a family history. ഇത്രയേ ഉള്ളൂ.
ഓക്കെ, അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് മെയിൽ ഹെട്രോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി വിത്ത് എക്സാമ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൽ ആയിരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫീമെയിൽ ഹെട്രോഗാമീറ്റ് എന്ന് പറയുമ്പോഴോ ഫീമെയിൽ ആയിരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളിവിടെ എഴുതിയാൽ മതി. വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, ക്രോസ് കൂടി ചെയ്ത് വെക്കുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് മെയിൽ ഹെട്രോഗാമീറ്റി. ഈ മെയിൽ ഹെട്രോഗാമീറ്റിയിൽ വരുന്ന എക്സാമ്പിൾ ഒന്ന് XX-XY മെക്കാനിസം കാണിക്കുന്ന ഡ്രോസോഫില, അതേപോലെ ഹ്യൂമൻ ബീങ്സ്. പിന്നെ XX-XO മെക്കാനിസം കാണിക്കുന്ന ഇൻസെക്ട്സ്, പ്രത്യേകിച്ച് ഗ്രാസ് ഹോപ്പർ ആണ് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ഇനി ഫീമെയിൽ ഹെട്രോഗാമീറ്റിന്റെ എക്സാമ്പിൾ ആണ് ZZ-ZW മെക്കാനിസം കാണിക്കുന്ന ബേർഡ്സ്. ഇപ്പൊ രണ്ടും നമുക്ക് ക്രോസ് വരയ്ക്കാം. ആദ്യം ഹ്യൂമൻ ബീങ്സിന്റെ XX-XY എടുക്കാം. ഓക്കെ, XX ഇത് അച്ഛനാണ് ഇൻറ്റു XY. സോറി, XX വന്നാൽ അച്ഛനാവില്ലല്ലോ, അമ്മയല്ലേ ആവുള്ളൂ. യെസ്, അമ്മയാണ്. XY വന്നാൽ അച്ഛനാണ്. ഓക്കെ, അപ്പൊ XX വന്നാൽ നിങ്ങൾക്ക് അറിയാലോ അവിടെ പെൺകുട്ടി ഗേൾ ചൈൽഡ് ആയിരിക്കും. XY വന്നാലോ ആൺകുട്ടി ബോയ് ചൈൽഡ് ആയിരിക്കും. ഇനി ഇവിടെ ZZ-ZW മെക്കാനിസം. അപ്പൊ ZZ വന്നാൽ അത് അച്ഛൻ പക്ഷിയാണോ അമ്മ പക്ഷിയാണോ? അച്ഛൻ പക്ഷിയാടാ. ഓക്കെ, ZW വന്നാൽ അമ്മ പക്ഷിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മദർ ഇൻ ബേർഡ്സ്. ഓക്കെ, അതാണ് ഫീമെയിൽ ഹെട്രോഗാമീറ്റി. അപ്പൊ ZZ ആണെങ്കിൽ അതിന്റെ അർത്ഥം ജനിച്ച കുഞ്ഞ്, അതായത് കുഞ്ഞു പക്ഷി എന്താണ്? ആൺപക്ഷിയാണ്, ബോയ് ബേർഡ് ആണ്. ZW ആണെങ്കിലോ ഗേൾ ബേർഡ് ആയിരിക്കും ഉണ്ടാവുക, പെൺപക്ഷി ആയിരിക്കും ജനിച്ച കുഞ്ഞ്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് ഹെട്രോഗാമീറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. ഇപ്പം XX-XY മെക്കാനിസത്തില് പുരുഷന്റെ എക്സ് ക്രോമസോം, അതായത് എക്സ് എന്ന് പറയുന്ന സെക്സ് ക്രോമസോമുള്ള സ്പേം വന്നിട്ട് എക്സിനെ ക്യാരി ചെയ്ത് ഓമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ പെൺകുട്ടി, Y സെക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേം വന്നിട്ട് എക്സ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ആൺകുട്ടിയാണ്. സോ ഇവിടെ അതായത് നമ്മളെ മെയിൽ ഹെട്രോഗാമിറ്റിയിൽ ഫാദർ ആയിരിക്കും കുഞ്ഞിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫീമെയിൽ ഹെട്രോഗാമിറ്റി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഓവത്തിൽ ചിലത് എന്തായിരിക്കും? ഇപ്പൊ ബേർഡ്സിന്റെ കേസിൽ Z ക്രോമസോമിനെ ക്യാരി ചെയ്യുന്നതും ചില ഓവം എന്താ W ക്രോമസോമിനെ ക്യാരി ചെയ്യുന്നതായിരിക്കും. എപ്പോഴും സ്പേമില് Z ക്രോമസോം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പം സ്പേം വരുന്നു, പക്ഷെ ആ സ്പേം ഏത് ഓവത്തിനെയാണോ ഫെർട്ടിലൈസ് ചെയ്യുന്നത്, Z ക്യാരി ചെയ്യുന്നതാണോ W എന്ന് പറയുന്ന സെക്സ് ക്രോമസോമിനെ ക്യാരി ചെയ്യുന്നതാണോ, അപ്പൊ ഏതിനെയാണോ ഫെർട്ടിലൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കുഞ്ഞിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇവിടെ അമ്മയാണ് സെക്സ് ഓഫ് ദ ചൈൽഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അടുത്തത് സെക്സ് ഓഫ് എ ചൈൽഡ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ ഹ്യൂമൻ ബീങ്സിന്റെ അതേ കേസ് XX-XY മെക്കാനിസം വെച്ചിട്ട് നിങ്ങൾ അത് കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. The amino acid composition of the relevant portion of beta chain of 2 hemoglobin molecules are shown below. അതായത് ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിൽ 2 ഇവിടെ തന്നിട്ടുണ്ട്. Which one of the polypeptide chain is abnormal? ഇതിൽ ഏതാണ് അബ്നോർമൽ? അതിന് എന്ത് നോക്കിയാൽ മതി? 6ാം സ്ഥാനത്ത് ഏത് അമിനോ ആസിഡ് ആണെന്ന് നോക്കിയാൽ മതി. 6ാം സ്ഥാനത്ത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണെങ്കിൽ നോർമൽ, വാലിൻ ആണെങ്കിൽ അബ്നോർമൽ. സോ B is abnormal. Name the disorder. Easy, sickle cell anemia. What is the reason for this abnormality? മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത്. അതായത് 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വന്നിരിക്കുന്ന സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാലിൻ വന്നിരിക്കും. അപ്പൊ അബ്നോർമൽ ബീറ്റാഗ്ലോബിൻ ചെയിൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ അബ്നോർമൽ ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഹീമോഗ്ലോബിനും അബ്നോർമൽ ആവും അല്ലെ? ഹീമോഗ്ലോബിനും ഡിഫക്റ്റീവ് ആവും, ഹീമോഗ്ലോബിൻ പോളിമറൈസ്ഡ് ആവും. അപ്പൊ എന്താ സംഭവിക്കുക? നോർമൽ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിലുള്ള RBC വളഞ്ഞ് അതിങ്ങനെ അരിവാള് പോലെയാവും. ഓക്കെ, അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. സിക്കിൾ ഷേപ്ഡ് RBC ഉണ്ടാവും. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ദിസ് അബ്നോർമാലിറ്റി ഇൻ സച്ച് ഇൻഡിവിജ്വൽസ്? നമുക്കറിയാം, അതായത് ഇങ്ങനെ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പുള്ള RBCക്ക് സുഖമായിട്ട് ബ്ലഡിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വളഞ്ഞ അരിവാൾ പോലെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ബ്ലഡ് വെസൽ എവിടെയെങ്കിലും പോയി കെട്ടിക്കിടക്കും. അപ്പൊ ആ രക്തത്തിന്റെ ഫ്ലോ അവിടെ അവർ തടസ്സപ്പെടുത്തും. അത് മാത്രമല്ല കെട്ടിക്കടന്ന് RBC ഡിസ്ട്രോയ് ആയി പോകും, നശിച്ചു പോകും. അതേപോലെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വിവരിച്ച് എഴുതണം. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് എന്ന് കൂടി ഓർക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കടാ. എന്താ ചോദ്യം? എന്താ ഇവിടെ കൊടുത്തിരിക്കുന്ന പെഡിഗ്രി കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നോർമൽ ഫാദർ കാരിയർ മദർ, നോർമൽ ഫാദർ കാരിയർ മദർ ഉണ്ടായതിൽ
പെൺകുട്ടി ഡോട്ടർ ഉണ്ടായതിൽ ആൺകുട്ടിക്ക് എന്തുണ്ട്? ആൺകുട്ടിക്ക് രോഗമുണ്ട് അല്ലെ. അപ്പൊ ഏത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത്? എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. എക്സാമ്പിൾ ഹീമോഫീലിയ ആലോചിച്ചാൽ മതി നിങ്ങള്. എക്സാമ്പിൾ എന്താണെടാ? ഹീമോഫീലിയ. അതായത് നോർമൽ ഫാദർ XHY, ഓക്കെ, കാരിയർ മദർ XX. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, XHY, XH വന്നാൽ നോർമൽ ഫീമെയിൽ, XH വന്നാൽ കാരിയർ ഫീമെയിൽ, XHY വന്നാൽ നോർമൽ മെയിൽ, XHY വന്നാൽ ഹീമോഫീലിയാക് മെയിലാണ്. ഉണ്ടായ ആൺകുട്ടികളിൽ 50% ആൺകുട്ടികൾക്കും രോഗമുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾക്ക് അറിയാലോ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അപ്പൊ പെൺകുട്ടിക്ക് രോഗം കിട്ടണമെങ്കിൽ രണ്ടുപേരിലും അല്ല, അച്ഛനിലും അമ്മയിലും നമുക്ക് ഈ ഒരു റെസസീവ് ആയിട്ടുള്ള സ്മോൾ ചെല്ലിയിൽ ഉണ്ടാവണം. അമ്മ ഒന്നിലേക്ക് രോഗമുള്ള ആൾ അല്ലെങ്കിൽ കാരിയർ ആവണം, അച്ഛൻ രോഗമുള്ള ആളാവണം, എന്നാലേ പെൺകുട്ടികൾക്ക് രോഗം കിട്ടുള്ളൂ. പക്ഷെ ആൺകുട്ടികൾക്ക് രോഗം കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും കാരിയർ ആയാൽ മതി അല്ലെ. കാരണം ആൺകുട്ടികളിൽ ഹെമിസൈഗസ് ആണ് ഈ ഒരു കണ്ടീഷൻ. ഹെമിസൈഗസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റെസസീവ് അല്ലീൽ ഉണ്ടെങ്കിൽ തന്നെ ആൺകുട്ടികൾക്ക് രോഗം കിട്ടും. ആൺകുട്ടികളിൽ കാരിയേഴ്സ് ഇല്ല. പക്ഷെ പെൺകുട്ടികൾക്ക് XH ഇങ്ങനെ റെസസീവ് അല്ലീലുകൾ 2 വന്നാലേ രോഗം വരുന്നുള്ളൂ. ഓക്കെ, യെസ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെന്റേലിയൻ ഡിസോർഡർ ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് വിത്ത് എക്സാമ്പിൾ. അത് ഈസി ആണ്. മെന്റേലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്നത് മെന്റേലിയൻ ഡിസോർഡർ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ എക്സാമ്പിൾ ആണ്. ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമസോമിന്റെ നമ്പറിലുള്ള ചേഞ്ച് അല്ലെ, നമ്പറിൽ ചേഞ്ച് വരുന്നു. ഒന്നില്ലെങ്കിൽ ക്രോമസോമിന്റെ എണ്ണം കൂടും അല്ലെങ്കിൽ കുറയും, അല്ലെങ്കിൽ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം. ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ മെന്റേലിയൻ ഡിസോർഡർ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ നമുക്കറിയാം ജീനാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക, പ്രോട്ടീനാണ് ഫങ്ഷൻ നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ജീന് മ്യൂട്ടേറ്റഡ് ആകുമ്പോൾ ആ പ്രോട്ടീൻ ഉണ്ടാവില്ല, ഫങ്ഷൻ നടക്കില്ല, ജീനോടൈപ്പിലെ ഫിനോടൈപ്പിലൊക്കെ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങളത് പഠിച്ചാൽ മതി. യെസ്, അടുത്തത് ഇതൊന്ന് ഫില്ല് ചെയ്തേ. അന്യൂപ്ലോയിഡിൽ വരുന്നതാണ് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം XXY, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഓക്കെ, ടേണർ സിൻഡ്രോം XO, that is monosomy of sex chromosome, especially X chromosome. What is aneuploidy എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് aneuploidy എന്ന് പറഞ്ഞാൽ? aneuploidy എന്ന് പറയുന്നത് ക്രോമസോമിന്റെ നമ്പർ ഒരിക്കലും 46 അല്ല, നമുക്ക് 46 ക്രോമസോമിലേ ഉള്ളത്. അപ്പൊ ക്രോമസോമിന്റെ നമ്പർ ഒരിക്കലും എന്താവില്ല? 46 ആവില്ല. ഒന്നില്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കും, 2n+1. ഓക്കെ, അതായത് 47, അല്ലെങ്കിൽ 2n-1, ഒരു ക്രോമസോമിന്റെ എണ്ണം കുറയും, അപ്പൊ 45. ഇതിനെയാണ് നമ്മൾ അന്യൂപ്ലോയിഡ് എന്ന് പറയാം. എക്സ്ട്രാ 1 ക്രോമസോം അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് 1 ക്രോമസോം. ഈ 2n+1 കണ്ടീഷനാണ് ട്രൈസോമി. ഓക്കെ, 2n-1 ആണ് മോണോസോമി. ട്രൈസോമിയിലാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോമും അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം വരുന്നത്. മോണോസോമിയിലാണ് ടേണർ സിൻഡ്രോം വരുന്നത് കേട്ടോ. അടുത്തത് ഡിഫറൻസ് ഇൻ ക്രോമസോം നമ്പർ ഓഫ് സം ഹ്യൂമൻ ബീങ്സ് A, B, C and D is given. Identify the person with who suffers from Klinefelter syndrome, write its symptoms. ഇതിൽ ആർക്കാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ഉള്ളത്? അപ്പം നമുക്കറിയാം ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഓട്ടോസോമിന് പ്രശ്നമില്ല. അപ്പോൾ 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് ഉണ്ടാവും. പക്ഷേ സെക്സ് ക്രോമസോമിന് പ്രശ്നമുണ്ട്. പൊതുവെ പുരുഷന്മാരിൽ XY ക്രോമസോം വരുന്ന സ്ഥാനത്ത് ഒരു എക്സ്ട്രാ X ക്രോമസോം വന്നിരിക്കും. അപ്പൊ XXY കണ്ടീഷൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D അല്ലേ. സിംറ്റംസ് എന്തൊക്കെയാ? ടോൾ മെയിൽ, വളരെ ഹൈറ്റ് കൂടുതലായിരിക്കും, സ്റ്റെറൈലാണ്, പ്രത്യുൽപാദന ശേഷി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഗൈനക്കോമാസ്റ്റിയ, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ മെയിൽ, ഇതൊക്കെയാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോമിന്റെ സിംറ്റംസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അന്യൂപ്ലോയിഡി ആൻഡ് പോളിപ്ലോയിഡി. അന്യൂപ്ലോയിഡി നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പോളിപ്ലോയിഡി. അപ്പൊ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ശരിക്കും യൂപ്ലോയിഡിന്റെ ഒരു ടൈപ്പാണ്. യൂപ്ലോയിഡിയിലാണ് പോളിപ്ലോയിഡി പറയാം. യൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമസോമിന്റെ സെറ്റ് മൊത്തത്തിൽ കൂടുക അല്ലെങ്കിൽ കുറയുക. പോളിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ സെറ്റ് കൂടുന്നതാണ് വരുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ക്രോമോസോം സെറ്റ്. ഇപ്പൊ 2n കണ്ടീഷൻ ആയിരിക്കില്ല, 3n, 4n, 5n കണ്ടീഷൻ ആയിരിക്കും. ഇത് ആക്ച്വലി പ്ലാന്റ്സിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് കേട്ടോ. ഓക്കെ, അന്യൂപ്ലോയിഡി എന്താണെന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? അന്യൂപ്ലോയിഡിക്ക് കാരണം എന്താ? അതായത്
മിയോസിസ് അല്ലെങ്കിൽ ഗാമീറ്റ് ഫോർമേഷൻ, അതായത് സെൽ ഡിവിഷൻ ഇല്ലടാ, അതിന്റെ സമയത്ത് ക്രോമസോംസ് പ്രോപ്പർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല അല്ലെ. ക്രോമസോംസ് എന്ത് ചെയ്യുന്നില്ല, സെൽ ഡിവിഷന്റെ സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നില്ല, സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല, വേർപിരിയുന്നില്ല. അത് കാരണമാണ് അന്യൂപ്ലോയിഡി വരുന്നത് അല്ലെ. ക്രോമസോംസ് പെർഫെക്റ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല എപ്പം, ഡ്യൂറിങ് മിയോസിസ് ഓർ ഗാമീറ്റ് ഫോർമേഷൻ. ഓക്കെ, പോളിപ്ലോയിഡിക്ക് കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾ? പോളിപ്ലോയിഡി ഇതിന്റെ കാരണം എന്താണെന്നറിയോ? അതായത് നമുക്കറിയാം ടീലോഫേസിന് ശേഷം സൈറ്റോകൈനസിസ് സംഭവിക്കണം, എന്നാലേ 2 ഡോട്ടർ സെൽസ് ഉണ്ടാവുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ ടീലോഫേസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. ഓക്കെ, സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പോളിപ്ലോയിഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് കേട്ടോ. സൈറ്റോകൈനസിസ് ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ സെൽ ഡിവിഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ്. വർക്ക് ഓഫ് എ സ്റ്റുഡന്റ് ഇസ് ഗിവൺ ബിലോ. ഫ്രം ദ എബവ് ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ്. അപ്പൊ മക്കളെ, പൊതുവെ ഡൈഹൈബ്രിഡ് ക്രോസുകൾ ഇപ്പൊ ചോദിച്ചു നമ്മൾ കാണാറില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മളോട് ജീനോടൈപ്പും ഫിനോടൈപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജീനോടൈപ്പ് ക്യാപിറ്റൽ വൈ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫിനോടൈപ്പ് റൗണ്ട് യെല്ലോ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും എഴുതാം, സ്മോൾ വൈ എഴുതാം. അത് ജീനോടൈപ്പ് ആണ്. റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഫിനോടൈപ്പ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ദ വർക്ക് യൂസിംഗ് ദ പ്യൂനറ്റ് സ്ക്വയർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫിനോടൈപ്പിക് റേഷ്യോ ഇൻ ദ F2 ജനറേഷൻ. ഓക്കെ, F2 ജനറേഷനിൽ ഏതൊക്കെ ഓഫ് സ്പ്രിങ്സിന് കിട്ടും എന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പ്യൂനറ്റ് സ്ക്വയർ വെച്ചിട്ട് തന്നെ നിങ്ങളിത് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ F1 ജനറേഷൻ കിട്ടി. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഇതാണല്ലോ F1. F1നെ F1 വെച്ച് സെൽഫിങ് ചെയ്യാം. ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അപ്പൊ നമുക്ക് ഗാമീറ്റ്സ് എന്നൊക്കെ കിട്ടും. ക്യാപിറ്റൽ ആറിന് ക്യാപിറ്റൽ വൈനെ കിട്ടണം, ക്യാപിറ്റൽ ആറിന് സ്മോൾ വൈനെയും കിട്ടണം, സ്മോൾ ആറിന് ക്യാപിറ്റൽ വൈനെ കിട്ടണം, സ്മോൾ ആറിന് സ്മോൾ വൈനെ കിട്ടണം അല്ലെ. ഇപ്പുറത്തും അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഇതുപോലെ പ്യൂനറ്റ് സ്ക്വയർ കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഗാമീറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾ കൊടുക്കുക അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓഫ് സ്പ്രിങ്സിനെ ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതാ ക്യാപിറ്റൽ വൈ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്തിട്ട് ഓഫ് സ്പ്രിങ്സിനെ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഫിനോടൈപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദ്യമുണ്ട്. ദാറ്റ് ഇസ് 9:3:3:1. 9:3:3:1 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എന്ത്? ഫിനോടൈപ്പിക് റേഷ്യോ. അതിൽ 9 എണ്ണം നമുക്ക് കിട്ടുക റൗണ്ട് യെല്ലോ ആയിരിക്കും. ഓക്കെ, റൗണ്ട് യെല്ലോ ആയിരിക്കും. 3 എണ്ണം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? റൗണ്ട് ഗ്രീൻ ആയിരിക്കും. 3 എണ്ണം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? റിങ്കിൾഡ് യെല്ലോ അല്ലെ. റിങ്കിൾഡ് യെല്ലോ ആയിരിക്കും. ഒരെണ്ണം നമുക്ക് എന്ത് കിട്ടും? റിങ്കിൾഡ് ഗ്രീൻ കിട്ടും. ഓക്കെ, റിങ്കിൾഡ് ഗ്രീൻ കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഇത് മൊത്തത്തിലാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് പല ടൈപ്പ് ജീനോടൈപ്പുകളാണ് ഉണ്ടാവുക. റൗണ്ട് യെല്ലോ ഉള്ളത് 9 എണ്ണം, റൗണ്ട് ഗ്രീൻ ഉള്ളത് 3 എണ്ണം, റിങ്കിൾഡ് യെല്ലോ ഉള്ളത് 3 എണ്ണം, റിങ്കിൾഡ് ഗ്രീൻ ഉള്ളത് 1 എണ്ണം. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഫിനോടൈപ്പിക് റേഷ്യോ മാത്രം എഴുതി വെച്ചാൽ മതി. യെസ്, അപ്പൊ നമ്മള് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ചോദിച്ച 3 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈവ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കാണാൻ. നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ബയോളജിയിൽ ഉറപ്പാണ്. ആൻഡ് ഓൾസോ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.